ഹലോ ഗായ്സ്, ഇപ്പം ലഗല വീഡിയോസിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് സർവൈവൽ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് ഗൈസ്. അപ്പോൾ സർവൈവൽ ആൻഡ് ക്രാഫ്റ്റ് പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പാർട്ട് 1 നമ്മുടെ ബീജിയും വൈറ്റിയിലായിരുന്നു. പാർട്ട് 2 നമ്മൾ ഉണ്ടാവും ഗായ്സ്, അവരുണ്ടാവുന്നതാണ്. നമ്മൾ 3 പേരും കൂടെയാണ് കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണണം. അപ്പോൾ അതേ നമ്മൾ ഗെയിം ഐഡി അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണക്റ്റ് ആകുന്നുണ്ട് ഗൈസ്. കണക്ഷൻ ഇൻ പ്രോഗ്രസ്. നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്നും മരിച്ചു പോയി ഗൈസ്. ഞാൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബാക്കി രണ്ടുപേരും ലൈവായിരുന്നു. ഞാൻ മരിച്ചു പോയി. എന്നിട്ട് തുടക്കം തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തൊട്ട് ഈ ഹുക്ക് എടുത്ത് എറിഞ്ഞ് സാധനങ്ങളൊക്കെ പിടിച്ചു വെക്കണം. നമ്മുടെ പ്രോഗ്രസ് പോകത്തില്ല. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാലും ഇനി 3 പേരും കൂടെ ഒരുമിച്ച് മരിച്ചതിനെ പറ്റി ഒരു പിടിയില്ല. സോ ഗായ്സ്, ഞാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചായിരുന്നു. ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ കൈ വെച്ചിരുന്നായിരുന്നു. പക്ഷെ അതൊക്കെ പോയി ഗൈസ്. റീവൈവ് ആകുമ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് ഐറ്റംസ് എന്നും പറഞ്ഞുകൊണ്ട് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അറിയാണ്ട് വിത്തൗട്ട് കൊടുത്തു പോയി ഗായ്സ്. സോ നമ്മൾ ഇനി എന്താ ചെയ്യപ്പോൾ നമുക്ക് ഇത് എടുത്തേക്കാം. നദി കൂടെ ഒഴുകി പോകുന്ന ഓരോ സാധനങ്ങളും ബാരലും ബോക്സസും ഒക്കെ ആദ്യമേ എടുത്തങ്ങ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളായിക്കോളൂല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഇത്. ഗൈസ്, അത് വരുന്നുണ്ട്. അതെ, കിട്ടിയിട്ടുണ്ട്. സ്ക്രാപ്പ്, സീവീഡ്, റാക്സ്, കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കതേ വെയിലോട്ട് കയറാം ഗൈസ്. ഇതും അങ്ങ് എടുത്തേക്കാം. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. ഇന്ന് അതൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ബാരലൊക്കെ എടുക്കട്ടെ ആദ്യം. നേരത്തെ പോലെ തന്നെ ഗൈസ്, ഓരോ സാധനം ഇങ്ങനെ പറക്കി എടുക്കണം. ഈ കുറേ എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ്. ഒന്നുപോലും അങ്ങനെ വിട്ട് കളയരുത്. നമ്മുടെ കയ്യിൽ ബക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് ബീജോ ആരാണ്ട് ഉണ്ടാക്കിയിട്ട് എറിഞ്ഞ് തന്നതാണ്. അപ്പോൾ ബക്കറ്റ് കൊണ്ട് നമുക്ക് നല്ല ആവശ്യമുണ്ട് ഗൈസ്. മരിച്ചു പോയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ സൈഡിലായിട്ട് ഹേർട്ടിൻ്റെ സിമ്പിളും മറ്റേ ഫുഡിൻ്റെ സിമ്പിളും വാട്ടറിൻ്റെ സിമ്പിളും ഉണ്ട് ഗൈസ്. ഇത് 3 നമ്മൾ നോക്കണം അറ്റ് എ ടൈം. നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കാൻ, അല്ലെങ്കിൽ പ്രശ്നമാവും ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എന്നാ ഗൈസ് ചെയ്യേണ്ടത്? ഇവിടെ വേറൊരു സിമ്പിളും കൂടെ ഉണ്ട്. ഗൈസ്, എന്നാ പരിപാടി? പ്ലാങ്ക് എടുക്കണമായിരിക്കുമോ? അറിയത്തില്ല ഗൈസ്. പ്ലാങ്ക് എടുക്കണം എന്ന് തന്നെയാണ് തോന്നണത്. സോ ഗൈസ്, ഇവിടെ പ്ലാങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഇവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത് ഗൈസ്. ഇപ്പോൾ ബക്കറ്റ് കൊണ്ടുള്ള യൂസ് പിടികിട്ടി. നമുക്ക് ഹുക്ക് എടുത്ത് വീണ്ടും എറിഞ്ഞ് ഓരോ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കാം. ഓരോ പോണ ബാരലും കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് അങ്ങ് എടുത്തേക്കാം. പിന്നെ സീവീഡും കാര്യങ്ങളും. സീവീഡിനാണ് ഈ ഏറ്റവും ആവശ്യം. പ്ലാങ്ക്സ് ഒക്കെ എപ്പോഴും കിട്ടുന്നതാണ്, പക്ഷെ സീവീഡാണ് ഏറ്റവും ആവശ്യം. കാരണം സീവീഡ് ഇല്ലെങ്കിൽ നമുക്ക് റോപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഹാമർ ഉണ്ടാക്കാം. ഹാമറൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ് ഗൈസ്. 2 ഹാമർ ഉണ്ടാക്കിയേക്കാം നമുക്ക്. സോ ഗൈസ്, നമുക്ക് പിന്നെ എന്നാ ചെയ്യേണ്ടത്? നമുക്ക് ഇൻവെൻ്ററിയിലേക്ക് ഒരു ഹാമർ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടേക്കാം. ആരെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെ ഗൈസ്. നമ്മുടെ ബീജി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഫ്ലോർ ഉണ്ടാക്കണമെങ്കിൽ റോപ്പ് വേണം ഗൈസ്. അപ്പോൾ താഴെ എവിടെയോ ആയിട്ട് സീഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതെടുക്കാം. എടുത്തിട്ടുണ്ട്. 2 സീവീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 19 സീവീഡായി ടോട്ടല്. അപ്പോൾ നമുക്ക് ഈ സീവീഡ് വെച്ചിട്ട് റോപ്പ് ഉണ്ടാക്കാം ഗൈസ്. മുന്നേ കുറച്ച് സാധനങ്ങളും കൂടെ ഒന്ന് പിക്ക് ചെയ്യട്ടെ. അവിടേക്ക് ആയിട്ട് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അത് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റോപ്പ് ഉണ്ടാക്കാം. റോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്ലോർ ഉണ്ടാക്കാം ഗൈസ്. ഇത് മതിയെന്ന് തോന്നുന്നു. 23 ഇതായി ഗൈസ്. സീവീഡായി 11 റോപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഹുക്ക് എടുത്തിട്ട് നമുക്ക് എടുക്കാം. സോ ഗൈസ്, സാധനം എന്ത് ഗൈസ്? ഗ്ലിച്ച് അടിച്ച് പോയോ അറിയത്തില്ല ഗൈസ്. സോ നമുക്കിത് ഇനിയിപ്പോൾ ഫ്ലോർ പണിയാന്ന് തോന്നുന്നു. ഫ്ലോർ പണിയാൻ റോപ്പും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. ഗൈസ്, ഇവിടെ ബിൽട്ട്
ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല, എന്നെ പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും മാറ്റിയേക്കാം. 3 റോപ്പ് ഉണ്ട് പക്ഷേ ഓൾറെഡി. ഓ ഗൈസ് 4 റോപ്പാണ് വേണ്ടത്. 4 റോപ്പ് നമ്മുടെ ഇല്ല. 3 റോപ്പും ഒരു സീവീഡ് മാത്രം ഇവിടെ ഉള്ളൂ. ഒരു സീവീഡ് വെച്ച് റോപ്പ് ഉണ്ടാക്കൽ നടക്കത്തില്ല. സോ നമുക്ക് നേരെ കളക്ട് ചെയ്ത് തുടരാം ഗൈസ്. അവിടെ സീവീഡ് വേറെ ഉണ്ട്, നമുക്ക് അതെടുക്കാം. അപ്പം 3 സീവീഡായി ടോട്ടല്. നമുക്കിനി അവിടെ അങ്ങ് എടുത്തേക്കാം. അതെടുക്കാൻ പറ്റില്ല തോന്നുന്നു. ഈ പിന്നെ ചെയ്യേണ്ട ഗൈസ്, ഇവിടെ കുറേ സാധനം വന്ന് കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. ഓ ഗൈസ് 3 സീവീഡ് എക്സ്ട്രാ കിട്ടിയായിരുന്നു നമുക്ക്. ഈ ബോക്സിൽ നമുക്ക് എടുക്കാം. 4 സീവീഡ് പ്ലസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ 2 റാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്ലാങ്ക്സ് നമുക്ക് എടുത്തേക്കാം. ഓ ഗൈസ് അപ്പോൾ ഇന്നെന്താ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഫൈനൽ ഈ വീഡിയോയുടെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ കാണുന്നത്. ലാസ്റ്റ് എന്നല്ല ഗൈസ്, ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാക്കുമായിരിക്കും. നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഗൈസ് നമുക്ക് ഇപ്പം എന്തായാലും റോപ്പ് ഉണ്ടാക്കാൻ തോന്നുന്നു. ആ റോപ്പ് ഉണ്ടാക്കാം. 5 റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ഉണ്ട് ഗൈസ്, ഇനിയിപ്പോൾ ഫ്ലോർ പണിയണം. ഇനി ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഗൈസ് അപ്പോൾ ഇനി എവിടെ ഫ്ലോർ പണിയേണ്ടത്? നമുക്ക് ഒരു ഫ്ലോറും കൂടെ പണിയാനുണ്ടെന്ന് തോന്നുന്നു. സോ ഗൈസ് എവിടെ പണിയണ്ടേ? അവിടെ പണിയാൻ പറ്റില്ല. നമുക്ക് ആദ്യം ബോക്സ് എടുക്കാം, എന്നിട്ട് ഇവിടെ പണിയാം ഗൈസ്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം. ഒറ്റ ഫ്ലോർ പണിയാനുള്ള റോപ്പേ ഉള്ളൂ നമ്മൾ. കൃത്യം 4 റോപ്പ്. സോ ഗൈസ് അപ്പോൾ നമുക്കിനി വേറൊന്നും പണിയാൻ തോന്നുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം ഗൈസ്. കുറേ കളക്ട് ചെയ്യണം നമ്മൾ. ന്യൂ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. ലെവൽ 7 എത്തി നമ്മൾ. സോ ഗൈസ് നമുക്ക് ഈ ബോക്സും കൂടെ ഒന്ന് കളക്ട് ചെയ്തേക്കാം ഗൈസ്. സോ ഗൈസ് നമ്മൾ അത്യാവശ്യം കളക്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഗൈസ് പറഞ്ഞുള്ളൂ. ഇടയ്ക്കൊക്കെ വെച്ച് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തു, നിങ്ങൾ അതൊന്നും കാണിച്ചില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. നമ്മളിപ്പോൾ ലെവലപ്പ് 7 കുറച്ചും കൂടെ അങ്ങ് ഗ്രേഡ് അപ്പായിട്ടുണ്ട് നമ്മുടെ ലെവൽ 7. പക്ഷെ അത് ഫുള്ളായിട്ട് അപ്പായില്ല ഗൈസ്. ലെവൽ 7 നിന്ന് ലെവൽ 8 വന്നില്ല. ലെവൽ 7 ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് മീൻ പിടിച്ചു പോകാം ഗൈസ്. ഫിഷ് റോഡ് എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനകത്ത് മീൻ പിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. സോ ഗൈസ് നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്താ പറ്റുന്ന അറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബ്ലൂ ഇതിൻ്റെ അകത്തേക്ക് ആക്കണമെന്ന് തോന്നുന്നു. സോ ഗൈസ് ഇത് ലേശം പാടാണ് ഗൈസ്. ഇതിനകത്ത് കിട്ടി ഇത് എടുക്കണോ? എടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഫിഷിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പൂമ്പാറ്റ മീനിനെ കിട്ടി ഗൈസ്. നമുക്ക് പൂമ്പാറ്റ മീനിനെ നമുക്കിനി നേരെ എടുത്ത് ഫ്രൈ ചെയ്യാൻ വെക്കാം ഗൈസ്. നമ്മുടെ ബക്കറ്റിൻ്റെ ഇവിടെ വെച്ചേക്കാം. നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെക്കാം ഗൈസ്. ഇവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. സ്പീഡപ്പൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ്. സോ അവിടെ പറഞ്ഞു പോകുന്ന ഗൈസ്. നമുക്കിത് കളക്ട് ചെയ്യാം. ബാരൽ എന്താ ഉള്ളതെന്നൊക്കെ നോക്കാം. ഓ ഗൈസ് ഇപ്പോൾ ബാരലിൽ സീവീഡ് കാണുന്നില്ല, പക്ഷെ നെയിൽസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ നെയിൽസ് കൊണ്ട് തന്നെ ഉപയോഗം എന്നറിയില്ല ഗൈസ്. നമുക്ക് വീണ്ടും മീൻ പിടിക്കാം. ഓ ഗൈസ് നല്ല പാടാണിത് പിടിക്കാൻ. ഷാർക്ക് എങ്ങാനും വരും ഗൈസ്. ഇനി ഇല്ലാന്ന് തോന്നുന്നു. ഓ ഗൈസ് ഇത് ലേശം പാടാണ് ഗൈസ് ഇതിന് പിടിക്കാൻ വേണ്ടി. ഓ ഗൈസ് ഇത് വഴുതി പോവാണ് ഗൈസ്. ഇത് പിടിക്കാൻ ലേശം പാടാണ് ഗൈസ്. കഷ്ടപ്പാടാണല്ലോ ഗൈസ് മീൻ പിടിക്കാൻ. ഞാൻ ആദ്യം ഒരു തവണ പിടിച്ചപ്പോൾ വിചാരിച്ച എളുപ്പമാണ്, പിന്നെ ഇത്ര കഷ്ടപ്പാടാണെന്ന് അറിയുന്ന ഇപ്പോഴാണ് ഗൈസ്. 2-3 തവണ നമ്മൾ എന്തായാലും പിടിച്ച് നോക്കണം, എന്നാലേ അറിയുള്ളൂ ഇതിൻ്റെ കഷ്ടപ്പാട്. സോ ഗൈസ് ഈ ഗെയിം ട്രൈ ചെയ്യാത്തവർ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയുകയാണ്. നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഗൈസ്. ഇപ്പോൾ മീൻ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. കിട്ടി ഗൈസ്. മാൻഡ്രീൻ ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് ഗൈസ്. സോ ഗൈസ് നമുക്ക് മാൻഡ്രീൻ ഫിഷിനെ പൊരിക്കാനിടാം. ഗൈസ് ബീജ് പറയണം അത് റെയർ ഫിഷാണ്. ഓ ഗായ്സ് ബീച്ച് റെയർ ഫിഷാണ് ഗൈസ് പറഞ്ഞത്. നമുക്ക് എന്നാ ചെയ്യണം എന്നറിയത്തില്ല. ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് ഇടാമെന്നാണ് നമ്മുടെ ബീജ് പറയുന്നത്. ഒരു പിടിയില്ല ഗൈസ്. നമ്മൾ അറിയാണ്ട് ഇതിനെ പിടിച്ച് ചുടുകയും ചെയ്തു. ഇനിയിപ്പോൾ എക്സ്പെൻസീവ് ഫിഷ് എന്നാ ചെയ്യണമെന്ന് പിടിയില്ല ഗൈസ്. നമുക്കിത് പിൻവലിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിൻവലിക്കാൻ പറ്റത്തില്ല ഗൈസ്. സ്പീഡപ്പ് ആക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ.
ഓ ഗായ്സ് എന്നാ അബദ്ധമാ ഗായ്സ് കാണിച്ച് 1% ഉള്ളൂ എന്നാ ഗായ്സ് പറഞ്ഞത്. അവസ്ഥയായിപ്പോയി ഗൈസ്. നമ്മൾ അറിയാണ്ട് ചെയ്തതാണ് ഗൈസ്. ഇതിനകത്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ മാൻഡ്രീൻ ഫിഷിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുകയും വേണം. സോ ഗൈസ് നമ്മുടെ വീട് പണിയൊക്കെ ഇവിടെ നടക്കുവാണെന്തേ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സൈഡിലത് നിങ്ങൾ കാണാവുന്നതാണ്. ഞാൻ ഓടി പോകുമ്പോഴേക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കാണാമെന്ന് നിങ്ങൾക്ക്. നമ്മുടെ വീട് പണിയുടെ പുരോഗതിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതേ ഗൈസ് നമുക്ക് എന്നാ ചെയ്യണ്ടേ? ബക്കറ്റ് എടുത്ത് ഇവിടുത്തെ വെച്ചേക്കാം. ബക്കറ്റ് ഫിഷ് പിടിക്കാം ഗൈസ്, മീൻ പിടിക്കാം. ഇനി വല്ല മാൻഡ്രീനും കിട്ടുമോ ഗൈസ്? കിട്ടില്ല എന്നാ തോന്നണേ. കാരണം അത് 1% ഉള്ളൂ എന്നാ പറഞ്ഞേ. ഭാഗ്യം എൻ്റെ കിട്ടി ഗൈസ്, പക്ഷെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. എൻ്റെ പൊട്ടത്തരം ഗൈസ്. അപ്പോൾ അതെ നമുക്ക് ഈ ഫിഷിനെയൊക്കെ പിടിച്ചേക്കാം ഗൈസ്. സീബാസിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. സീബാസിനെ ഇതിനെയൊക്കെ ചുട്ട് തിന്നാം, കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ആ 1% മാത്രമുള്ള ഫിഷിനെ പൊരിച്ച് തിന്നല്ലോ ഗൈസ്, പറ്റിപ്പോയി ഗൈസ്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കളിയിൽ പ്രോ ആയിട്ട് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വരും. മാത്രമല്ല കളിയുടെ റൂൾസും കാര്യങ്ങളും നമ്മൾ വലിയ പിടിയില്ല. നമ്മുടെ ബീജിയും വൈറ്റിയാണ് ഈ ഗെയിമൊക്കെ എനിക്ക് പരിചയപ്പെടുത്തും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ മാൻഡ്രൈന് ഫിഷ് ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അവരാരാന്ന് വെച്ചാൽ കഴിച്ചോട്ടെ. നമുക്ക് അവിടെ ഒന്നും കാര്യങ്ങളൊന്നും പറയാൻ പോകണ്ട ഗൈസ്. അവരെ ആരോ എടുത്തിട്ടുണ്ടത്. നമുക്കോ തിന്നാൻ വിധിയില്ല ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സെങ്കിലും തിന്നട്ടെ. അത്ര എക്സ്പെൻസീവ് ഫിഷിനെ നമ്മളൊരു അബദ്ധം കാണിച്ചു ഗൈസ്. രക്ഷിക്കാൻ നോക്കുന്നതാണ് എന്നൊന്നും ഇല്ല. ഓ ഗൈസ് നമുക്ക് ബാരൽ എടുത്തേക്കാം ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, ഈ ഗെയിമിൽ ചില സമയത്ത് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ചില സമയത്ത് നല്ല രീതിക്ക് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാർട്ട് 1 ഇടയ്ക്ക് വെച്ചൊരു ഗ്ലിച്ച് വന്നാണ്, പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ലെങ്ത്ത് കൂടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഗ്ലിച്ചൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ചില സമയത്ത് നമുക്ക് ഇത് പറ്റാത്ത ചില ഇതായിരിക്കും. സോ ഗൈസ് നമ്മൾ ഇത്രയും നേരം ആയിട്ടുണ്ട്, കുറേ കഴിഞ്ഞു, നൈറ്റായി. നമ്മൾ ഓൾമോസ്റ്റ് ഒന്നുമില്ല ഗൈസ്, നമ്മുടെ വീട് പണി ഫുള്ളും കഴിഞ്ഞു. നമ്മൾ ലെവൽ 10 അപ്ഗ്രേഡും ആയി. അതേ കണ്ടോ, 2 സൈഡിലുമായിട്ട് ചെടിയും നട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വലിയൊരു മികച്ച ഇതാണ് അടിച്ചത്. നമ്മൾ എവിടെയാണ് വന്ന് നിന്നത്, ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണുക. പാർട്ട് 1 അത് തന്നെയാണ് ഗൈസ് പറഞ്ഞത്. പക്ഷെ പാർട്ട് 1 നല്ല രീതിക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു വീട് വെച്ചിട്ടാണ് ഗൈസ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. ഇതെന്ത് പറയണം എന്നറിയത്തില്ല. ദാറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെൻറ്റ് ഗൈസ്. ഹ്യൂജ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഓ ഗൈസ് അപ്പം നമ്മൾ ഇവർ ചെസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മോസ്റ്റ് ഓഫ് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവരാണ് ഗൈസ് ഉണ്ടാക്കി വെച്ചത്. ഞാൻ ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ചെറിയ ചില ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ളൂ. ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ ഗൈസ് നമുക്കിപ്പോൾ ഒരു ഹുക്ക് ഉണ്ടാക്കാം. പിന്നെ റോപ്പ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഹുക്ക് റോപ്പ് ഉണ്ടാക്കി തോന്നുന്നു. ഓ ഗൈസ് നമുക്കപ്പോഴത്തേക്കും ഫിഷ് പിടിക്കാം ഗൈസ്. ഇത് പിടിക്കുന്നുണ്ട്. ഓ ഗൈസ് ഈ ബ്ലൂ സാധനത്തിൻ്റെ അകത്ത് ഈ ചൂണ്ട നിൽക്കണം, എന്നാലേ പിടി വീഴത്തുള്ളൂ. സോ ഗൈസ് നമുക്കിപ്പോൾ ഒരു കോഡ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ആ കോഡ് ഫിഷ് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. കാരണം നേരത്തെ കുക്ക് ചെയ്ത് വെച്ച 2 കോഡ് ഫിഷ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഹങ്കർ ലെവലൊക്കെ അത്യാവശ്യം കുറവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ആ കോഡ് ഫിഷ് തിന്നാം ഗൈസ്. പിന്നെ ഗൈസ് ഇടയ്ക്ക് വെച്ച് നമ്മളൊരു ഷാർക്കിനെ കൊന്നു കേട്ടോ. അതൊന്നും ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ഒരു സഡൻ ഇൻസിഡൻ്റ് ആണ് ഗൈസ്. അപ്പോൾ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അത് എന്ത് പറയണമെന്ന് അറിയില്ല ഗൈസ്. നമ്മുടെ ബീജിയും വൈറ്റിയും കൂടെയാണ് നമ്മുടെ ഷാർക്കിനെ കൊന്നത്. ആ സമയം ഞാൻ വേറെന്തോ പണിയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് കൊല്ലുന്ന ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മളതിൻ്റെ ഫ്ലഷ് കഴിച്ചു ഗൈസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫ്ലഷ് കഴിക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഹങ്കർ കുറയും കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വിറകിട്ടിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇത് വയ്ക്കാം. എന്തായിരുന്നു ഗൈസ്, കപ്പ് വയ്ക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ കപ്പ് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നത്.
നമുക്ക് ഇൻവെൻറ്ററി നോക്കട്ടെ. ഉണ്ട് ഗൈസ്, ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം ഗൈസ് 3 ഉണ്ട്. അപ്പോൾ അവിടെ ഇത് വെച്ചിട്ട് നമ്മൾ വാട്ടർ എടുക്കാൻ പോവാം ഗൈസ്. ഗൈസ് നമ്മൾ ലെവൽ അപ്പായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വാട്ടർ എടുക്കാനേ എനിക്ക് നേരമുള്ളൂ. കാരണം നമ്മൾ ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഹങ്കർ ലെവൽ കൂടിയിട്ടുണ്ട് നമ്മുടെ കോഡ് ഫിഷ് കഴിച്ചത്. പിന്നെ പക്ഷെ എന്ത് ചെയ്യണം ഗൈസ്, ഈ വാട്ടർ ലെവല് ആണ് ഭയങ്കര കുറവായിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഇപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് അത്യാവശ്യം കുറഞ്ഞ് വന്നിട്ടുണ്ട്. വാട്ടറില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഗൈസ്. ഓ ഗൈസ് ഈ വാട്ടർ ആവണം ഇനിയിപ്പോൾ നമ്മുടെ കാര്യം സെറ്റ് ആവാൻ വേണ്ടി. ഈ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ഗൈസ്, നിങ്ങൾ ആ വാട്ടർ ലെവൽ കണ്ടോ, വാട്ടർ ലെവൽ ഭയങ്കര താഴെയാണ്. ഇതിപ്പോൾ ഈ വാട്ടർ ലെവലിൻ്റെ പ്രശ്നം തീർന്നാലേ ശരിയാവുള്ളൂ ഗൈസ്. ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ കാര്യം ഓർത്തിട്ട് മനസ്സമാധാനമില്ല ഗൈസ്. ഇത് എടുത്തിട്ടുണ്ട്. ഇത് കയ്യോടെ കുടിക്കാം ഗൈസ്. 15% വാട്ടർ ഇപ്പോൾ കിട്ടും. സോ ഗൈസ് നമ്മുടെ ഹെൽത്ത് എങ്ങനെയോ നമ്മളൊന്ന് രക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയോന്ന് പറഞ്ഞാൽ വെറും കുറച്ച് ഹെൽത്ത് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. നമുക്ക് ഇപ്പോഴും കുറച്ച് ഹെൽത്ത് എങ്ങാണ്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു കപ്പ് ഓഫ് വാട്ടർ ചെസ്റ്റിനകത്ത് വെച്ചേക്കാം. സോ ഗൈസ് വീടും കാര്യങ്ങളൊക്കെ കണ്ടോ ഗൈസ്, എന്നാ രസമല്ലേ. നമുക്ക് സീലിംഗ് വെച്ചിട്ടില്ല ഗൈസ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. സോ ഗൈസ് ഇപ്പോൾ ഇതിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് ഗൈസ്. സോ നിങ്ങൾ കണ്ടോ, ഇത് നമ്മൾക്ക് ചെടിയൊക്കെ നടാൻ പറ്റും, അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റും, തീപ്പന്തം കത്തിക്കാൻ പറ്റും, അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട്. സോ ഗൈസ് ഇത് വാട്ടർ സേവർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. വാട്ടർ സേവർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ചിലപ്പോൾ ഇത് വേവിച്ച എന്ന് വെച്ചാൽ ചൂടാക്കിയ വെള്ളമായിരിക്കും ഗൈസ് അതിനകത്ത് വെക്കേണ്ടത്. അപ്പോഴായിരിക്കും സേവ് ആവുന്നത്, അങ്ങനെയാണ് തോന്നുന്നത്. സോ ഗൈസ് നമുക്കിത് വെള്ളം അങ്ങ് ഒഴിച്ചേക്കാം. ഒഴിക്കാൻ പറ്റണമല്ലോ ഗൈസ്. ഇപ്പോൾ ഒഴിച്ചു. അപ്പോൾ സ്പീഡപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ് വാട്ടർ. യെസ് ഗൈസ് അപ്പോൾ നമ്മുടെ ഓരോ പരിപാടിയൊക്കെ രാത്രി ചെയ്ത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ക്യാരറ്റൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഒരു പൊട്ടറ്റോയും കിട്ടിയിട്ടുണ്ട്. ഹുക്ക് ആൻഡ് ഡ്രോപ്പ് പുതിയ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പഴയതിൻ്റെ ഹെൽത്ത് തീർന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വീണ്ടും എടുക്കാം ഗൈസ്. ഇപ്പോൾ ഏറ്റവും റെയർ ആയിട്ടുള്ള സീവീഡാണെന്ന് തോന്നുന്നു ഗൈസ്. ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ കിട്ടുന്നതാണ്. അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഗൈസ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം റെയർ അല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഗൈസ്. നമുക്ക് അവിടേക്ക് വലിച്ചെറിയാൻ കിട്ടുമോ നോക്കാം ഗൈസ്. ഓ ഇല്ല ഗൈസ്, കിട്ടിയിട്ടില്ല. നമുക്ക് ഒന്നുകൂടെ എറിഞ്ഞു നോക്കിയാലോ. മേളിലേക്ക് നോക്കിയൊന്ന് എറിയാം ഗൈസ്. ഓ കിട്ടിയില്ല, അതിൻ്റെ അടുത്ത് വരെ പോയി എന്നാണ് തോന്നണേ. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തേക്കാം. അടുത്തുള്ള സാധനമാണെങ്കിലും വലിച്ചെടുക്കാൻ സുഖമാണ് ഗൈസ്, അതാണ് രസം. 2 സീവീഡും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റാഫ്റ്റിലാണ് ചുറ്റും വെള്ളമായിട്ടും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ വല്ല ആണ്ടിനോ സംക്രാന്തിക്കോ എന്തോ ഇതിനകത്ത് കയറിയിട്ടുള്ളൂ ഗൈസ് വെള്ളത്തിൽ. അല്ലാണ്ട് നമ്മൾ വെള്ളത്തിൽ ഇതുവരെ തൊട്ടിട്ടില്ല. വല്ലപ്പോഴും ഗൈസ്, വല്ലപ്പോഴൊക്കെ, അല്ലാണ്ട് നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല ഗൈസ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓ ഗൈസ് ഇനി ഇപ്പോൾ ഐലൻഡിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. സ്റ്റോറിയിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതുവരെ ഇങ്ങനെ പോവായിരിക്കും ഗൈസ്. ഒരു പിടിയില്ല. അപ്പോൾ നമ്മുടെ ഈ റാഫ്റ്റ് എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്. അത് ഒരു PC വേർഷനാണ് ഈ ഗെയിമിൻ്റെ. അപ്പോൾ അത് ഞാൻ പല ഗെയിം പ്ലേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പല ഗെയിമേഴ്സ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഗൈസ് ഈ BGM വൈറ്റൊക്കെ എനിക്കിത് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഞാനും ഇത് കണ്ടപ്പോൾ ആദ്യം അതാണ് മനസ്സിൽ വന്നത്. സോ ഗൈസ് നമുക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാം. എല്ലാത്തിലും ഇപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാണ്. ചിലതിലൊക്കെ വെള്ളം ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്, അതൊക്കെ നമുക്കൊന്ന് എടുക്കണം. നമ്മുടെ വാട്ടർ ലെവലൊക്കെ ഡൗൺ ആണ് ഗൈസ്. സോ ഗൈസ് നമ്മുടെ BGM വൈറ്റ് നല്ല ഉഷാറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളും ഉഷാറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഈ ബക്കറ്റിൻ്റെ ഈ ഭാഗത്തെ ഫുൾ പണി നമുക്കാണ്. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറക്കാനും പോകണം. അപ്പോൾ അതൊക്കെ വെരി എസെൻഷ്യൽ കാര്യമാണ്. നമ്മളാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ റോപ്പ് 7-8 എണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റും നോക്കാം ഗൈസ്. ഒരു 2 സീലിംഗ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ 8 റോപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അതെത്രയും ഇതുണ്ടാക്കാം.
സോ ഗായ്സ് ദേ സീലിങ്ങിൻ്റെ പണി നമ്മൾ ഹാമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഹാമറിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുത്ത് നോക്കിയപ്പോൾ സീലിംഗ് കാണിച്ചിട്ടുണ്ട്. നമുക്കത് ബിൽഡ് ചെയ്യാം ഗായ്സ്. ഒരു 2 എണ്ണേ പറ്റുള്ളൂ ഗായ്സ്. റോപ്പിന് ഭയങ്കര ക്ഷാമമാണ്. എന്ത് ചെയ്യാനാണ് ഗായ്സ്. ഇവിടെ നമുക്ക് എന്തായാലും പണിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സീവീഡ് എടുക്കാം. അതിന് മുന്നേ നമുക്ക് ഫിഷിങ് ചെയ്യേണ്ട ഗായ്സ്. ഇതൊക്കെ എടുത്തേക്കാം. ആദ്യം ഇതെടുത്തു. പിന്നെ 2 സീവീഡും കൂടെ കൂടുതൽ കിട്ടി. പിന്നെ അതും എടുത്തേക്കാം. പക്ഷെ കണ്ടോ ഗൈസ്, ഇപ്പോഴത്തെ ബാരലിലും ബോക്സിലും ഒക്കെ സീവീഡുകൾ ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ റോ ആയിട്ട് വരുന്ന സീവീഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഗൈസ്. ഇതുപോലെ സീവീഡ് വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. വേറെ രീതിക്കുന്ന സീവീഡ് വരലില്ല ഗൈസ്. പിന്നെ ഇൻവെൻ്ററി ഫുള്ളായി എന്നൊക്കെ പറഞ്ഞ് വന്നു ഗൈസ്. 4 റാഗും കിട്ടി നമുക്ക്. ഇതിനകത്ത് ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചേക്കുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി 2 റോപ്പും കൂടെ ഉണ്ടാക്കാം. 4 റോപ്പായി ടോട്ടൽ. ഒരു സീലിംഗ് കൂടെ ഉണ്ടാക്കാനുള്ള ഇതുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം, ബിൽഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബിൽഡ് ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ്, കാരണം 4 റോപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു റോപ്പും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്കിനി സീവീഡ് വെച്ചിട്ട് റോപ്പ് ഉണ്ടാക്കിയിട്ട് 3 റോപ്പ് സെറ്റാക്കണം. ഇനി 2 റോപ്പ് കൂടി സെറ്റാക്കിയാൽ മതി ഗൈസ്. ഇനി ഒരു റോപ്പ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഗൈസ് ബാരൽ എടുത്തേക്കാം നമുക്ക്. ബാരലുകൾ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇപ്പോൾ ഭയങ്കര കുറവാണ് സീവീഡ്. ഇതുപോലെ എടുക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ സീവീഡ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല ഗൈസ്. 3 സീവീഡ് നമുക്ക് ഇപ്പം അങ്ങനെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതിന് അടുത്തെടുക്കാം ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ പാർട്ട് 1 ചെയ്തതല്ലോ പാർട്ട് 2 ചെയ്യുമ്പോൾ. പാർട്ട് 2 ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അതേപടി വരുന്നുണ്ട്. അത് ഈ എയിമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വന്നുകൊണ്ടാണ് ഗൈസ്. ഡേർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ഗൈസ്. ലെവലപ്പ് ആകുമ്പോൾ ലെവൽ 11 ആയി. നമ്മൾ ലെവൽ എത്രയും നിന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 4 ലെവലല്ല, ഒരു 4 ലെവൽ അപ്പായി കാണും മിക്കവാറും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാം ഗൈസ്. പിന്നെ ഒരു കാര്യം നമ്മുടെ ബീച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ റാഗ്സും ഈ സ്ക്രാപ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡ് ചെയ്ത് അതുകൊണ്ട് സീഷെൽസ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. സീഷെൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പൈസ കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ഇവിടെ ഒരു ഇത് നട്ടിട്ടുണ്ട്, ഒരു സീഡ്. വെള്ളം ഒഴിച്ചേക്കാം. 10 മിനിറ്റ് എടുക്കും അത് വളരാൻ ഗൈസ്. പ്ലാങ്ക് എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം ഗൈസ്. കിട്ടിയിട്ടുണ്ട്. 4 സീവീഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബോക്സിൽ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. കൂടുതലും ബാരലാണ് ഗൈസ് വരുന്നത്, ബോക്സ് അങ്ങനെ വരാറില്ല. ഈ ബാരൽ എടുത്തേക്കാം നമുക്ക്. സോ ഗൈസ് ആ ബാരൽ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. സ്ക്രാപ്സ്, പ്ലാങ്ക്സ് അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ഈ ഗൈസ് ഈ ഡേർട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഡേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പോട്ട് ഗൈസ് ഇതിനവിടെ വെച്ചേക്കുന്നതുണ്ടോ, നിങ്ങൾ അതേപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സീഡ്സ് നടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റിന്. നമുക്ക് ആ നേരം കൊണ്ട് റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാം. 4 റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ നമുക്ക് സീലിംഗ് ഉണ്ടാക്കാം ഗൈസ്. സീലിംഗ് 5 റോപ്പുണ്ട്. ഒരു സീലിംഗ് കൂടെ വെക്കാനുള്ള ഇതുണ്ട് ഇവിടെ വെച്ചേക്കാം ഗൈസ്. ബാക്കിയുള്ള റോപ്പും കാര്യങ്ങളൊന്നുമില്ല. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കളക്ട് ചെയ്യുന്നതിന് മുന്നേ കണ്ടോ ഗൈസ്, ഹങ്കറും കുറവാണ്. നമുക്ക് ഹങ്കർ കുറവാണ് ഗൈസ്, ഹങ്കർ കൂടുതലാണ്. നമ്മുടെ വാട്ടർ ലെവൽ കുറവാണ്. ഈ ഹങ്കർ കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. വാട്ടർ ലെവലും കുറവാണ് ഗൈസ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നമുക്ക് നേരെ പോയി ആദ്യം വാട്ടർ എടുത്തൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിന് മുന്നേ ഒരു കപ്പ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ് നമുക്ക്. സോ ഗൈസ് ഒരു കപ്പ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കൈ വെച്ചേക്കാം. ഓ ഗൈസ് ഇത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഗൈസ് പറഞ്ഞത് നമ്മുടെ വാട്ടർ. ഗൈസ് നമ്മുടെ വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കാൻ പറ്റുമോ ഗൈസ്? ഇല്ലെന്ന് തോന്നണേ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെച്ച് നോക്കാം. നമ്മുടെ ഇൻവെൻ്ററി കാണുന്നില്ല നമ്മൾ എടുത്ത വാട്ടർ. നമുക്കിത് ഒന്നുകൂടെ വെച്ച് നോക്കാം. ഇത് എടുക്കുമ്പോൾ വാട്ടർ ഫുള്ളായിട്ടുണ്ട്, വീണ്ടും കൈ കാണിക്കുമ്പോൾ അത് കാണുന്നില്ല ഗൈസ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. നമുക്കിത് ഈ ബോയിലായ വാട്ടർ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുന്നത് തോന്നാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരെണ്ണം വെക്കേണ്ടി വരും. അത് പറക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് വാട്ടർ എടുക്കാം.
പെട്ടെന്ന് ചെയ്യണം ഗൈസ്. നമ്മുടെ ലൈഫും കുറച്ചേ ഉള്ളൂ. ഹങ്കർ ലെവൽ കൂടുതലാണ്, വാട്ടർ ലെവൽ കുറവാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർ ഒഴിക്കാം. വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം അതിന് ആയമാവും. ഇവിടുത്തെ ആയിട്ടുണ്ട് ഗൈസ്. കൃത്യസമയത്താണ് ആയത്. നമ്മുടെ ഹെൽത്ത് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഹങ്കർ ലെവലും കൂടെ കൂട്ടണം ഗൈസ്. അതിന് ഷാർക്കിനെ കൊന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അവർ. ഇപ്പോൾ ഒരു ഷാർക്കിനെ കൊന്നുള്ളൂ. നമുക്ക് ഇത് ഈ ബോക്സ് എടുത്തേക്കാം. 1 സിഗ്നൽ പിസ്റ്റൾ ആമോ കിട്ടി ഗൈസ്. ഈ ആമോയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ ബീജിയുടെ കയ്യിൽ കുറച്ച് നേരത്തെ ഒരു തോക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തോക്കിൽ ഇത് ഉപയോഗിക്കാം ഗൈസ്. അവരെ ഇപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ഈ ഷാർക്കിൻ്റെ ഫ്ലഷ് നമ്മുടെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷാർക്കിൻ്റെ ഫ്ലഷ് ഇത് ബോര് വെച്ചിട്ട് ഇതായിരുന്നു പൊരിക്കാനോ ചുടാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണ് പറയേണ്ടത്. ചുടാൻ വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ 5 റോപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റോപ്പ് വെച്ചിട്ട് സ്വാഭാവികമായിട്ടും സീലിംഗ് ആണ് ഗൈസ് പണിയേണ്ടത്. അപ്പോൾ ഹാമർ എടുക്കുക, ബ്ലൂ പ്രിൻ്റ് എടുക്കുക, സീലിംഗ് പണിയുക ഗൈസ്. ഇത്ര ഉള്ള കാര്യം. ഇവിടെ ഒരെണ്ണം കൂടെ പണിതിട്ടുണ്ട്. ഇവിടെയും കൂടെ ഒരെണ്ണം പണിയാം ഗൈസ്. കഷ്ടി ഇവിടെയും കൂടെ പണിത്. ഈ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? നമ്മുടെ കയ്യിൽ ഒരു റോപ്പേ ഉള്ളൂ ഗൈസ്. എപ്പോൾ നോക്കിയാലും ഒറ്റ റോപ്പേ നമ്മുടെ കാണും. അത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം പണിത് വരുമ്പോൾ ഒറ്റ റോപ്പേ നമ്മുടെ കയ്യിൽ കാണും. സോ ഗൈസ്, അപ്പം നമുക്കിനി എന്താ ചെയ്യേണ്ടത്? വേറെ പരിപാടിയൊക്കെ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഉണ്ട് ഗൈസ്. കുക്ക്ഡ് ഷാർക്ക് മീറ്റ് അവന്മാരെടുത്തുനിന്ന് കാണിച്ചേക്കണേ. ഒരു റോപ്പ് കഷ്ടി നമ്മുടെ ബീജ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒരു റോപ്പായിട്ട് എന്തിനാ ഗൈസ്? അവിടെ ബീജിയുടെ കണ്ട് കൊടുത്തു. ആവശ്യമുള്ളവർ എടുത്തോട്ടെ ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് ബാരൽ വേറെ എടുക്കാം, സെറ്റാക്കാം. റാഗ്, നീര്, സ്ക്രാപ്പ്, പ്ലാങ്ക് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. പ്ലാങ്ക് കൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ട്, അതാണ് വേറെ കാര്യം. പിന്നെ നെയിൽസും ഇപ്പോൾ കുറേ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ സീവീഡ് ആയിരുന്നു കുറേ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം നെയിൽസ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ 2 സീവീഡും കിട്ടിയിരുന്നു നമുക്ക്. ഗൈസ് അങ്ങ് പോകുന്നുണ്ടോ ഒരു യാച്ച്, ഒരു വലിയ യാച്ചാണ് ഗൈസ്. നമ്മുടെ ഈ റാഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ കണ്ടോ നിങ്ങൾ? ഓ ഗൈസ്, നമ്മുടെ ബീജാണ് വൈറ്റ് ആണെന്നറിയില്ല, ആരും എടുത്തിട്ടുണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് മുന്നേ ബാരൽ എടുക്കാൻ പറ്റണ്ടേ. എന്നാൽ നമുക്ക് ഈ പ്ലാങ്ക് എടുക്കാം ഗൈസ്. ബാരലിലെ പ്ലാങ്ക് അത്രേ ഉള്ളൂ. ഇപ്പം ബാരൽ എടുത്തിട്ടുണ്ട്. ബാരലിനകത്ത് ഇപ്പോൾ കുറച്ച് സാധനമുള്ളൂ. ഇപ്പം എടുത്ത ബാരലിൽ ഭയങ്കര കുറച്ച് സാധനമേ ഉള്ളൂ ഗൈസ്. ഇപ്പം റാഗ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ബാരലെടുത്തു ഗൈസ്. ഹെൽത്ത് കുറഞ്ഞ് വാട്ടർ എടുക്കണം ഗൈസ്. എവിടെ വാട്ടർ? ഓ ഗൈസ്, ഇവിടെ കൃത്യസമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടാണ് വാട്ടർ. നമുക്കത് ഇപ്പം തന്നെ യൂസ് ചെയ്തേക്കാം. ഓ ഭാഗ്യം ഗൈസ്. നമ്മുടെ ഹങ്കർ ലെവൽ നിങ്ങൾ കണ്ടോ? ഹങ്കർ ലെവൽ ഭയങ്കര കൂടുതലാണ്. ഹംഗ്രി ആയിട്ട് മനുഷ്യൻ ചാവാറായി കിടക്കാണ് ഗൈസ്. ഇത് റെഡിയായില്ല ഗൈസ്. ഇത് റെഡിയായിന്ന് പറയണു. നമുക്കപ്പോൾ ഇത് എടുക്കാം. 4 പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പൊട്ടറ്റോ നമുക്ക് ചുടാൻ പറ്റുമെന്ന് നോക്കാം. സോ ഗൈസ്, പൊട്ടറ്റോ എടുത്തു. പൊട്ടറ്റോ എടുക്കാം. ഡ്രാഗ് ചെയ്ത് വെച്ചേക്കാം. പൊട്ടറ്റോ ഡ്രാഗ് ചെയ്തു, പ്ലാങ്ക്സ് ഡ്രാഗ് ചെയ്തു. നമുക്കിനി ഇവിടെ പൊട്ടറ്റോ വെച്ചേക്കാം. ഇവിടെ പ്ലാങ്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിഷ് വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇത് വെച്ചേക്കാം. ഇവിടെ പ്ലാങ്ക് വെച്ചേക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടറ്റോ, അവിടെ പൊട്ടറ്റോ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് എല്ലാത്തിനും ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീജിയുടെ ഇൻവെൻറ്ററി ഫുള്ളാന്ന് പറഞ്ഞിട്ട് കുറേ സാധനം തന്നിട്ടുണ്ട്. ക്യാൻഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം തന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചെസ്റ്റ് വെച്ചേക്കാം നമുക്ക് ആവശ്യം വന്നാലോ. കപ്പ് ഓഫ് വാട്ടർ. ഓ ഗൈസ്, കപ്പ് ഓഫ് വാട്ടർ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് എടുത്തു, പാം സീഡ് എടുത്തു. കുറേ സാധനം ഗൈസ്. കുറേ സാധനം. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ എവിടെ നട്ടു വയ്ക്കുന്നൊരു പിടിയില്ല. നമ്മുടെ വീട് തന്നെ നിങ്ങൾ കണ്ടില്ലേ, സീലിംഗ് പോലും പൂർത്തിയായിട്ടില്ല ഗൈസ്. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ 3 സ്ഥലത്തും നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഗൈസ് കപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടുണ്ടോ നോക്കട്ടെ. സോ ഗൈസ്, രണ്ടാമത്തെ ഇത് ആദ്യത്തെ ചെസ്റ്റാണ് ഗൈസ്. രണ്ടാമത് വേറൊരു ചെസ്റ്റും കൂടെ വെച്ച് ഇത് നമുക്ക് നോക്കാം എന്നാ ഉള്ളതിനകത്ത്. ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടേതായി കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് കയറ്റി വെച്ചേക്കാം. ഡേർട്ട്, കുറേ സീഡ്സ്, റാഗ്, സ്ക്രാപ്പ് എല്ലാം ഇതിനകത്ത് വെച്ചേക്കാം ഗൈസ്. നമ്മുടെ ട്രേഡർ വരുമ്പോൾ എല്ലാം നമുക്ക് വെടിപ്പായിട്ട് ട്രേഡ് ചെയ്യാനുള്ളതാണ്.
സോ ഗായ്സ് അവന്മാരെന്ത് അവന്മാരെ കാണുന്നില്ല ഗായ്സ്. അതെ 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 നമ്മുടെ ബീച്ച് സൈഡിലുണ്ട്. അവിടെ എന്തോ ഒരു ഷിപ്പ് ഇത് ദൂരെ ഷിപ്പ് കണ്ടോ. ഓ ഗായ്സ് അതിനെ അട്രാക്ട് ചെയ്യുക, കൈ കെട്ടി വിളിക്കുമെന്നാണ് തോന്നുന്നത് നമ്മുടെ ബീജി. സോ ഗായ്സ് നമുക്കപ്പോഴത്തേക്ക് ബാരൽ എടുത്തേക്കാം. നിങ്ങൾ കണ്ടോ ഗൈസ്, ഈ സാധനം ഒരു പാറക്കഷ്ണം ഗൈസ്, കുറേ കല്ലുകൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇതിനെ പറയുന്നതാണ് ആങ്കർ ഫ്ലോർ എന്ന്. ഈ ആങ്കർ ഫ്ലോർ കൊണ്ട് കുറേ ഗുണമൊക്കെ ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കൂടെ ഇപ്പോൾ ഒരു ട്രേഡിങ് ഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താൻ, നമ്മുടെ റാഫ്റ്റ് പിടിച്ചു നിർത്തിയിട്ട് അതിലോട്ട് പെട്ടെന്ന് കയറാൻ നമ്മുടെ ഈ ആങ്കർ ഈ ഫ്ലോർ യൂസ്ഫുൾ ആണ്. സോ ഗൈസ് നമ്മൾ ഓരോ സാധനത്തെ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഗൈസ് തുരുതുര കളക്ട് ചെയ്യുന്നത്. നമുക്ക് കളക്ട് ചെയ്യൽ വിട്ട് കളിയില്ല. കളക്ട് ചെയ്യൽ വിട്ട് കഴിഞ്ഞ സീൻ എന്ന് പറയുക ഗൈസ്, കളക്ട് ചെയ്യൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊന്നും ഇതില്ലാണ്ടാവും. അപ്പോഴത്തേക്ക് ഗൈസ് നമ്മൾ 2 റോപ്പ് ഉണ്ട് ഇപ്പോൾ തന്നെ. നമുക്ക് 2 റോപ്പും കൂടെ ക്രാഫ്റ്റ് ചെയ്തേക്കാം ഗൈസ്. പിന്നെ കണ്ടോ നമ്മുടെ ബീജ് പറയുന്നൊരു പ്ലേസ് ഇത് സെറ്റാക്കാൻ. ഇവിടെ ബീജ് നിൽക്കുന്ന സ്ഥലത്ത് ഫ്ലോർ സെറ്റാക്കാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ ഹാമർ എടുത്തൊന്ന് സെറ്റാക്കിയേക്കാം ഗൈസ്. ഇവിടെ വന്നാണ് പറഞ്ഞത് നമ്മുടെ ബീജി ഗൈസ്. അപ്പോൾ ബീജി പറഞ്ഞതുപോലെ നമുക്ക് ഫ്ലോർ സെറ്റാക്കിയേക്കാം. ഒറ്റ ഫ്ലോർ സെറ്റാക്കാനുള്ള ഇതേ ഉള്ളൂ ഗൈസ്. അതാണ് ഒരു വേറെ പ്രത്യേകത. ഇവിടെയൊക്കെ അങ്ങ് സെറ്റാക്കിയും ഗൈസ്. ഇത്രേ ഉള്ളൂ കാര്യം ഗൈസ്. പിന്നെ കണ്ടത് ആങ്കർ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതേ അവർ ഈ റാഫ്റ്റ് കൃത്യം അടുത്തോട്ട് വരാൻ നേരത്ത് ഇതെടുത്ത് താഴെ ഇടണം. താഴെ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ റാഫ്റ്റിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ, നമ്മുടെ ട്രേഡേഴ്സിൻ്റെ റാഫ്റ്റിൽ. അതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ സർവേ ലൈൻ ക്രാഫ്റ്റ് വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.